നിലാവുദിച്ചപ്പോൾ അറിയാതെ കൂവിയതാണ് നീലക്കുറുക്കന് പറ്റിയ അമളി. എത്ര ചായം വാരിപ്പൂശി അഭിനയിച്ചാലും കുറുക്കനാണെങ്കിൽ അത് കൂവിപ്പോകും. അത് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഇപ്പൊ ചെയ്തിരിക്കുന്നത്. എത്ര പ്രച്ഛന്ന വേഷങ്ങൾ, ഫാൻസി ഡ്രസ്സുകൾ മാറി മാറി എടുത്തണിഞ്ഞാലും അയാളുടെ ഉള്ളിലുള്ള ആ ഫാഷിസ്റ്റ് വർഗീയവാദി അത് പുറത്തു ചാടിയിരിക്കും. രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നരേന്ദ്രമോദി വളരെ ഗുരുതരമായ, വർഗീയമായ, വെറുപ്പുളവാക്കുന്നതായ, അസത്യമായ ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുകയാണ്. അയാൾ ഇങ്ങനെയാണ് പറഞ്ഞത്. മുൻപ് അവരുടെ സർക്കാർ, അതായത് കോൺഗ്രസിന്റെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നത് രാജ്യത്തിന്റെ സമ്പത്തിന്മേൽ പ്രഥമ അവകാശം മുസ്ലിങ്ങൾക്കാണ് എന്നാണ്. അതിന്റെ അർത്ഥം അവർ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ശേഖരിച്ച് ആർക്ക് വിതരണം ചെയ്യുമെന്നാണ്? ആർക്കാണോ കൂടുതൽ കുട്ടികളുള്ളത് അവർക്ക് വിതരണം ചെയ്യും. അതായത് നുഴഞ്ഞു കയറ്റക്കാർക്ക് വീതിച്ചു കൊടുക്കുമെന്ന്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആദ്യത്തെ പരിഗണന നൽകുക മുസ്ലിങ്ങൾക്കായിരിക്കും. കഷ്ടപ്പെട്ട് മറ്റുള്ളവരുണ്ടാക്കിയ പണമെല്ലാം അവരിലേക്ക് ഒഴുകിയെത്തും. അമ്മമാരുടെയും സഹോദരിമാരുടെയും അവരുടെയൊക്കെ സ്വർണത്തിന്റെ കണക്കെടുപ്പ് നടത്തി അവരുടെ കെട്ടുതാലി വരെ പറിച്ച് അത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന കള്ളമാണ് മോദി പറയുന്നത്. കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരായ ഇവരിലേക്ക് രാജ്യത്തിന്റെ സമ്പത്ത് പോകുന്നതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇങ്ങനെയാണ് ഇന്ത്യയുടെ പൗരന്മാരായ, ഇന്ത്യയുടെ മക്കളായ മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് ഇത്രയും നീചമായ വർഗീയ പരാമർശം നടത്തിക്കൊണ്ട് മോദി തന്റെ വോട്ടർമാരോട് ചോദിച്ച ചോദ്യം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും താൻ വഹിക്കുന്ന സ്ഥാനത്തിന്റെ അന്തസ്, അതിന്റെ മഹിമ ഇത്രത്തോളം മോദിയോളം താഴ്ത്തിയിട്ടില്ല. ഇനി എന്താണ് 2006 ശ്രീ മൻമോഹൻ സിംഗ് പറഞ്ഞത്? ഐ കോട്ട് ഇറ്റ് വേർഡ് ബൈ വേർഡ്. ഐ ബിലീവ് our collective priorities are clear. Agriculture, irrigation and water resources, health, education and critical investment in the rural infrastructure and essential public needs of the general infrastructure, along with proper plans for the upliftment of the SC, STs and of the other backward classes, minorities, women and children. The component plan for scheduled castes and scheduled tribes needs to be revitalized. We will have to devise innovative plans to ensure that the minorities, listen to me, particularly the Muslim minority, is empowered. The word is empowered to share the equitability of the fruits of development. They must have the first claim on those resources. The center has a myriad of other responsibilities whose demands will have to be fitted within the overall resource availability. ഇനി അതിന്റെ മലയാളം പരിഭാഷ ഇതാണ്. നമ്മുടെ രാജ്യത്തിന്റെ കൂട്ടായ മുൻഗണനകൾ നമുക്ക് വ്യക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃഷി, ജലസേചനം, ജലസ്രോതസ്സുകൾ, അതുപോലെ തന്നെ ആരോഗ്യ, വിദ്യാഭ്യാസം, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങളിലെ നിർണായകമായിട്ടുള്ള നിക്ഷേപങ്ങൾ, കൂടാതെ പൊതു അടിസ്ഥാനത്തിലുള്ള സൗകര്യങ്ങൾ, ആവശ്യമായിട്ടുള്ള പൊതു നിക്ഷേപങ്ങൾ, ഇതൊക്കെ SC/ST കമ്മ്യൂണിറ്റികൾക്കും മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കും അവരുടെ ഉന്നമനത്തിനുള്ള പരിപാടികൾ, ന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ അത് പുനർജീവിപ്പിക്കേണ്ടതുണ്ട്. ഇനിയാണ് ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വികസനത്തിന്റെ ഫലങ്ങൾ തുല്യമായി ലഭിക്കുന്നതിന്, അവർ തുല്യമായി പങ്കുചേരുന്നതിന് നൂതനമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. വിഭവങ്ങളുടെ മേലുള്ള ആദ്യത്തെ അവകാശം മൈനോറിറ്റികൾക്കാണ്, അവർക്കുണ്ടായിരിക്കണം. കേന്ദ്രത്തിന് നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട്. അവരുടെ ആവശ്യങ്ങൾ എല്ലാ വിഭവങ്ങളുടെയും ലഭ്യതയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നൽകേണ്ടതുണ്ട്, നമ്മൾ ഘടിപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് ശ്രീ മൻമോഹൻ സിംഗ് പറഞ്ഞത്. ഇനി എന്ത് പശ്ചാത്തലത്തിലാണ് 2006 ശ്രീ മൻമോഹൻ സിംഗ് ഇങ്ങനെ പറഞ്ഞത്? അതായത് രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ അത് പലയിടങ്ങളിലും ദളിതരെക്കാളും താഴെയാണ് എന്നുള്ള 2006 സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അത് കയ്യിൽ വെച്ചുകൊണ്ടാണ് മൻമോഹൻ സിംഗ് ഇങ്ങനെ പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിലെ ജനവിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് തുല്യതയോ നീതിയോ ഒക്കെ ലഭിക്കുന്നില്ലെങ്കിൽ അവരെയും കൂടെ കൂട്ടി ചേർത്ത് ഉയർത്തിക്കൊണ്ട് വരണം എന്ന് ചിന്തിക്കുന്ന, അതായത് ജനാധിപത്യവും മതേതരത്വവും സമത്വവും മനുഷ്യത്വവും ഒക്കെ മനസ്സിലാകുന്ന, അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റൂ. 2004 മുതൽ 2014 വരെ 10 കൊല്ലം അധികാരത്തിലിരുന്ന മൻമോഹൻ സിംഗോ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ രാജ്യത്തിന്റെ മനുഷ്യരുടെ സ്വത്തെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ BJP-ക്കാരെ വെല്ലുവിളിക്കുകയാണ്. ആരുടെയെങ്കിലും സ്വർണമോ ഭൂമിയോ പിടിച്ചു പറിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരുടെയെങ്കിലും അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരുടെയെങ്കിലും താലിമാല പറിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ നരേന്ദ്രമോദിക്ക് ഇലക്ഷൻ സമയത്ത് വായിൽ തോന്നിയതെന്തും, വായിൽ തോന്നിയ വൃത്തികേടെന്തും വിളിച്ചു പറയാം എന്നാണോ? എന്നാൽ ഇതെല്ലാം കേട്ടിട്ട്
ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും ഇലക്ഷൻ കമ്മീഷനും അവരെന്താണ് ചെയ്യുന്നത്? രാജ്യത്തെ വഞ്ചിച്ച് ആയിരക്കണക്കിന് കോടികൾ തട്ടിയെടുത്ത് ഇവിടുന്ന് ഓടിപ്പോയ രക്ഷപ്പെട്ടുപോയ ലളിത് മോദിയെയും നീരവ് മോദിയെയും അവരുടെ പേരുകൾ പരാമർശിച്ച് എന്തുകൊണ്ടാണ് ഈ കള്ളന്മാരുടെ എല്ലാം പേര് മോദി എന്ന് ചോദിച്ചതിനാണ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാൻ കാരണമായിട്ട് ഹൈക്കോടതിയും കീഴ്ക്കോടതിയും കണ്ടെത്തിയത്. എന്നാൽ ഇത്രയധികം ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ, ഒരിക്കൽ പറഞ്ഞത് മൻമോഹൻ സിംഗിന് പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ട്, പാകിസ്ഥാനുമായിട്ട് ഗൂഢാലോചന നടത്തി ഒരു മുസ്ലിമിനെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നു എന്ന് ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ആരോപിച്ച ആ നരേന്ദ്രമോദിക്കെതിരെ അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു നടപടിയെടുത്തില്ല. ഇനി 2019 തെരഞ്ഞെടുപ്പ് സമയത്ത് സൈന്യത്തിന്റെ പേരിലും ക്ഷേത്രത്തിന്റെ പേരിലും മുസ്ലിങ്ങളുടെ പേരിലും പല വർഗീയ പ്രസ്താവനകൾ നടത്തി ഇതേ മുതലെടുപ്പ് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ BJPയും ആവർത്തിച്ചിരുന്നു. എന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊന്നും കണ്ടിട്ടുമില്ല, അനങ്ങിയിട്ടുമില്ല. ഇത്തവണ അയോധ്യ ക്ഷേത്രത്തെ കോൺഗ്രസ് അപമാനിച്ചു, സൈന്യത്തെ അപമാനിച്ചു, അങ്ങനെയൊക്കെയുള്ള കുറെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നെങ്കിലും അതൊന്നും ഏൽക്കുന്നില്ല, അതിനെയൊന്നും ജനം വകവെക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് തീർത്തും വൃത്തികെട്ട രീതിയിലുള്ള ഈ പ്രസ്താവനകൾ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ ഈ മോദിയുടെ വർഗീയ പ്രസ്താവനകളോട് പ്രതികരിക്കാനില്ല എന്നാണ് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ പ്രതികരിച്ചിരിക്കുന്നത്. അവര് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ചീഫ് ഇലക്ഷൻ ഓഫീസർ, അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ശ്രീ രാജീവ് കുമാർ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടത്തിൽ വിദ്വേഷ പ്രസംഗങ്ങളോ ജാതിപരമോ അല്ലെങ്കിൽ മതപരമോ ആയ പരാമർശങ്ങളോ അഭ്യർത്ഥനകളോ ആരും നടത്താൻ പാടില്ല എന്നാണ്. Representation of the